ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വ്യാജ നറേറ്റീവുകൾ പ്രചരിപ്പിക്കുന്ന പാകിസ്ഥാൻ വീണ്ടും നാണം കെടുന്നു. ഇന്ത്യയുടെ സുഖോയ് വിമാനത്തെ മിസൈൽ ആക്രമണത്തിൽ തകരാറിലാക്കി എന്ന പുതിയ പ്രചാരണവും ഫാക്ട് ചെക്കിലൂടെ പൊളിച്ചു കയ്യിൽ കൊടുത്തിരിക്കുകയാണ് നെറ്റിസൺസ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഏറ്റ തിരിച്ചടിയിൽ നിന്ന് മുഖം രക്ഷിക്കാൻ പാകിസ്ഥാൻ പഠിച്ച പണി 18 നോക്കുകയാണ്. ഇതിനായി വ്യാജ വിവരങ്ങൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ രീതി. എന്നാൽ ഇന്ത്യ ഫാക്ട് ചെക്ക് നടത്തി ഓരോന്നും എണ്ണി പൊളിക്കാറാണ് പതിവ്. ഇത്തവണ പഞ്ചാബിലെ അധംപൂർ എയർബേസ് ആക്രമിച്ച് സുഖോയ് 30 ഫൈറ്റർ ജെറ്റിനെ തകരാറിലാക്കിയെന്നാണ് പാക് ഐഡികൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇതിന്റെ വസ്തുത എന്താണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ജിയോ ഇന്റലിജൻസ് എക്സ്പേർട്ട് ഡാമിയൻ സൈമൺ. അധംപൂർ എയർബേസിന്റെ ചിത്രം തന്നെയാണ് പാക് ഐഡികൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ആ ചിത്രം 2025 മാർച്ചിൽ എടുത്തതാണ്. അതുപോലെ ചിത്രത്തിൽ കാണുന്നത് സുഖോയ് അല്ല, MiG-29 ആണ്. മാർച്ച് മാസം MiG-29 മെയിന്റനൻസ് നടത്തുന്ന ഇമേജാണ് തകരാറിലായ സുഖോയ് എന്ന പേരിൽ പാക് ഐഡികൾ പ്രചരിപ്പിച്ചത്. നേരത്തെ അധംപൂരിലെ റഷ്യൻ നിർമ്മിത S-400 മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർത്തുവെന്ന് പാകിസ്ഥാൻ പ്രചരിപ്പിച്ചിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് 3 ദിവസം കഴിഞ്ഞ് മോദി അധംപൂരിലെത്തിയപ്പോൾ തകർത്തുവെന്ന് പാകിസ്ഥാൻ പറഞ്ഞ അതേ S-400 അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും വ്യാജ കഥകൾ പ്രചരിപ്പിച്ച് സ്വന്തം ജനങ്ങളെ കബളിപ്പിക്കുന്ന പാകിസ്ഥാന് വലിയ തലവേദനയാണ് ഈ ഫാക്ട് ചെക്കുകൾ. ന്യൂസ് ഡെസ്ക്, News 18. 12 രാജ്യങ്ങളിലെ പൗരന്മാരെ അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ, അഫ്ഗാൻ, മ്യാൻമാർ തുടങ്ങിയ 12 രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് വിലക്ക്. വലിയ രീതിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന രാജ്യങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിക്കുന്നതെന്നും ഈ രാജ്യങ്ങൾ പൗരന്മാരുടെ ശരിയായ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ പരാജയമാണെന്നുമാണ് ട്രംപിന്റെ വിശദീകരണം. ഇന്നു മുതൽ തിരഞ്ഞെടുത്ത 12 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അമേരിക്കയിൽ കാലുകുത്താൻ കഴിയില്ല. ഇറാൻ, അഫ്ഗാൻ, മ്യാൻമാർ, ചാഡ്, കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, എറിട്രിയ, ഹെയ്തി, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ രാജ്യങ്ങൾക്കാണ് ഡൊണാൾഡ് ട്രംപ് ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുന്നത്. രാജ്യങ്ങളെ തിരഞ്ഞുപിടിച്ച് വിലക്കേർപ്പെടുത്തിയതിൽ ട്രംപ് വിശദീകരണം നൽകുന്നുണ്ട്. അമേരിക്കൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശത്തു നിന്ന് ഭീകരർ എത്തുന്നത് തടയാനാണ് താൻ ലക്ഷ്യമിടുന്നത്. വിലക്കിയ രാജ്യങ്ങളിൽ വൻതോതിൽ ഭീകരപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വീസ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ രാജ്യങ്ങൾ സഹകരിക്കുന്നില്ല, പൗരരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ പരാജയപ്പെടുന്നു തുടങ്ങിയവയാണ് ട്രംപ് ഉയർത്തിക്കാട്ടുന്നത്. കൂടാതെ കൊളറാഡോയിൽ ഇസ്രായേൽ അനുകൂലികൾക്ക് നേരെ ഈജിപ്ഷ്യൻ പൗരൻ ഗ്യാസോലിൻ ബോംബെറിഞ്ഞ സംഭവവും ട്രംപ് ചൂണ്ടിക്കാട്ടി. ഈ 12 രാജ്യങ്ങൾക്ക് പുറമെ 7 രാജ്യങ്ങൾക്ക് ഭാഗിക വിലക്കും അമേരിക്ക ഏർപ്പെടുത്തി. ബുറുണ്ടി, ക്യൂബ, ലാവോസ്, സിയാറ ലിയോണി, ടോഗോ, തുർക്ക്മെനിസ്ഥാൻ, വെനസ്വേല എന്നീ രാജ്യങ്ങൾക്കാണ് ഭാഗിക വിലക്ക്. വിലക്കിനെതിരെ ചാഡ് പ്രസിഡന്റ് മഹമ്മദ് ഇഡ്രിസ് ഡെബി ഇത്നോ രംഗത്തെത്തി. അമേരിക്കൻ പൗരർക്ക് ഇനി വിസ നൽകില്ലെന്ന് ഹമദ് ഇഡ്രിസ് തിരിച്ചടിച്ചു. അതേസമയം തിരികെ അഫ്ഗാനിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് അമേരിക്കയിലെ അഫ്ഗാനികൾ. അഭിലാഷ് രാധാകൃഷ്ണൻ, ന്യൂസ് ഡെസ്ക്, News 18.